ഹലോ ബ്രദർ ഡെസ്റ്റിനാണോ? അതെ. ഞാൻ സിയോനാണ്. ഞാൻ നേരത്തെ വിളിച്ചിരുന്നു ബ്രദറിനെ കഴിഞ്ഞ ആഴ്ച മറ്റോ. പറയൂ. ഞാൻ ഈ മദർ മേരിയുടെ ടൈറ്റിലിന്റെ ഒരു കാര്യം പറയാൻ വിളിച്ചതാണ്. അപ്പൊ ഈ മദർ മേരി ഈ ഗ്രേസുകളുടെ കൃപയുടെ മധ്യസ്ഥ അല്ല എന്ന് പറയുമ്പോൾ ഈ കൃപാസനത്തില് ഉള്ള മാതാവിനെ അവര് എലാബറേറ്റ് ചെയ്ത് കാണിക്കുന്നത് ദൈവത്തിന്റെ പേടകത്തിന്റെ മുകളിലുള്ള കൃപാസനത്തിൽ ഇരിക്കുന്നത് അമ്മയാണ് എന്നാണ്. ആ കൃപാസനത്തിലെ അമ്മയുടെ മീനിങ് തന്നെ. അവിടെ ഒരു പാട്ടുണ്ട്, കൃപയുടെ ഉറവിടം എന്നാണ് പാട്ട് പറയുന്നത്. അതെ. അപ്പോ ഈ കൃപയുടെ ഉറവിടം അങ്ങനെ എന്താണ് പാട്ടിന്റെ വരികൾ, ഞാൻ പാട്ട് മറന്നുപോയി. അപ്പൊ കൃപയുടെ ആസനം അല്ലെങ്കിൽ ഇരിപ്പിടമായവൾ മേഴ്സി സീറ്റ് എന്ന് പറയുന്ന ആ കൃപാസനം മാതാവാണ് എന്നാണ് ആ കൃപാസനം നമ്മുടെ അച്ഛന്റെ അവിടെ അർത്ഥമാക്കുന്നത്. അപ്പൊ അത് ഈ കൃപയുടെ മധ്യസ്ഥ അല്ല എന്ന് പറയുമ്പോൾ പിന്നെ അത് അർത്ഥം അത് ശരിയാവില്ലല്ലോ അല്ലെ? സഭ നിരോധിച്ചു. അത് ഇപ്പൊ സഭ പൂർണ്ണമായിട്ട് അത് നിരോധിച്ചു. ഇനി നടത്തുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഇവരിലാണ് നടത്തുന്നത്. അതിനകത്ത് ഇപ്പൊ സഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവര് മാർപ്പാപ്പേനെ അംഗീകരിക്കില്ല, സഭേനെ അംഗീകരിക്കില്ല എന്നുള്ള രീതിയാണല്ലോ. ഇപ്പൊ തന്നെ ഇതിനകത്ത് ഒരുപാട് വീഡിയോസ്, ഇപ്പൊ ഈ ഒരു വിഷയത്തില് ഒത്തിരി വീഡിയോസ്, ഒരുപാട് പേര് റെസ്പോൺസ് വന്നു. എല്ലാം എങ്ങനെ ഇതിനെ ന്യായീകരിച്ച് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതന്നെ, ഇവര് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. പല അച്ഛന്മാരും ഈ വീണെടുത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒന്ന് പറഞ്ഞത് മെഴുകാൻ പറ്റാത്ത അവസ്ഥയെ. കാരണം കുറെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, പലതും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വിഴുങ്ങാനും പറ്റത്തില്ല. ഇതാണെങ്കിൽ കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്നിട്ട് പിന്നെ കിടന്ന് ഇപ്പൊ നടക്കുന്നത് ശരിക്കും പറഞ്ഞ ബ്രദർ പറഞ്ഞ വാക്ക് തന്നെ, മെഴുകുകയാണ് ഇപ്പോ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ അടിയിലൊക്കെ കമന്റ് എഴുതി വിടുന്നുണ്ട്. ഈ അച്ഛന്മാരുടെ അടിയിൽ മുഴുവൻ നല്ല ഇതേപോലെ തന്നെ എഴുതി വിടുന്നുണ്ട്. കാരണം ഈ സഭ കൃപയുടെ മാതാവിനെ അംഗീകരിച്ചില്ല എന്ന് പറയുന്നത് കളവാണ്. കാരണം കാതറീൻ എന്ന് പറഞ്ഞ വിശുദ്ധയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു കാശുരൂപം കണ്ടിട്ടുണ്ടാവും മാതാവിന്റെ. ആ കാശുരൂപത്തില് മാതാവിന്റെ കയ്യിൽ നിന്ന് ഭൂമിയിലേക്ക് ഇങ്ങനെ കൃപകൾ ഒഴുകുന്ന ഒരു മാതാവിന്റെ പടം കണ്ടിട്ടില്ലേ എല്ലായിടത്തും? മാതാവ് ഇങ്ങനെ നിൽക്കുന്നു, കയ്യിൽ നിന്ന് ഭൂമിയിൽ അങ്ങോട്ട് കൃപകൾ ഒഴുകുന്ന ഒരു നല്ല കളർഫുൾ ആയിട്ട് റെയിൻബോ പോലെ ഇങ്ങനെ രണ്ട് കൈകളിൽ. ആ പിക്ചറ് കൃപകളുടെ മാതാവ് കാതറീൻ എന്ന് പറഞ്ഞ വിശുദ്ധയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് കൊടുത്ത കാശുരൂപമാണ്. കൊറേ ഉണ്ടല്ലോ, ഇതൊന്നും സത്യമല്ല എന്നുള്ളത് സഭയ്ക്ക് തന്നെ അറിയാം. അതന്നെ. എന്നിട്ട് നവംബർ 8 15 ആ കൃപകളുടെ മാതാവിന്റെ ദിനമായി കൊണ്ടാടണം എന്ന വിശുദ്ധ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ മാർപ്പാപ്പ പണ്ടത്തെ ബെനഡിക്റ്റ് 15 എന്ന് പറഞ്ഞ മാർപ്പാപ്പ ആണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സെപ്റ്റംബറോ നവംബർ 8 ഇതിന്റെ കൃപകളുടെ മാതാവിന്റെ ഇത് കൊണ്ടാടണം എന്നുള്ളത്. അതുപോലെ മാർപ്പാപ്പയായ ജോൺ പോളും അതുപോലെ നമ്മുടെ മുമ്പത്തെ പോപ്പും എല്ലാം, ഫ്രാൻസിസ് പാപ്പയും എല്ലാം ഇങ്ങനെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. സഹരക്ഷയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോ ആ ഒരു പോപ്പ് പറയുമ്പോ അതിന്റെ ഫോളോവേഴ്സായ നമ്മളെല്ലാവരും സഹരക്ഷയായിട്ടാണ് കരുതിയിട്ടുള്ളത്. അതായത് അതൊരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. പക്ഷെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളിൽ മുഴുവൻ സഭയിലുള്ള മറ്റ് വിശുദ്ധരായിട്ടുള്ള പലരും അതിനെ ശക്തമായിട്ട് എതിർത്തത് കൊണ്ട് ഇത്രയും കാലം അത് ഒരു ഡിഗ്രി ആയിട്ട് വരാതിരുന്നു. പക്ഷെ ഇപ്പോ അത് അങ്ങനെയല്ല എന്ന് കൃത്യമായ ഒരു നിലപാട് സഭ എടുത്തു. അതെ, അത് തന്നെയുമല്ല, ഈ കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. പക്ഷെ ഈ കൃപയും സത്യവും മാതാവ് എന്ന ഗോവണിയിലൂടെയാണ് നമുക്ക് മനുഷ്യ സമൂഹത്തിന് ലഭിച്ചത് എന്നാണ് വിശ്വാസം. അതിപ്പോഴും പറയുന്നത് അത് തന്നെ. അതായത് കൃപയുടെ അമ്മയായിട്ട് വിളിക്കണ്ട, അല്ലെങ്കിൽ കൃപയുടെ ഉറവിടമായി നിങ്ങൾ വിളിക്കണ്ട. പകരം ഈ കൃപകൾ മുഴുവൻ നമുക്ക് തരുന്ന ഒരു ഹോൾസെയിൽ ഡീലർ മാതാവാണെന്നാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡാനിയലച്ചൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൃപ യേശുക്രിസ്തു വഴി ഉണ്ടായ ആ യേശുക്രിസ്തു അമ്മയിലൂടെയാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് കൃപ അമ്മയാണ് തന്നത്. അതായത് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, കൃപയുടെ ഏജൻസി, ഹോൾസെയിൽ ഏജൻസി എന്ന് പറയുന്നത് അമ്മയാണ്. അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതാണ് ഇപ്പം മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, അതാണ് എന്നുള്ളതാണ്. കൃപ നിറഞ്ഞവളെ എന്ന് പറയുമ്പോൾ
കൃപ ആവശ്യമായി വന്നു എന്നാണ് നമ്മളൊക്കെ വാദിക്കുന്നത്. മാതാവിന് കൃപ ആവശ്യമുണ്ടായിരുന്നു, പക്ഷെ യേശുക്രിസ്തു തന്നെത്താൻ കൃപയായിരുന്നു എന്നുള്ളതാണ് വ്യത്യാസമല്ല. അതെ. ഒരാൾക്ക് കൃപ ആവശ്യമായി വരുന്നത് എപ്പോഴാണ്? ആ വ്യക്തി മനുഷ്യനാകുമ്പോൾ എല്ലാ മനുഷ്യർക്കും കൃപ ആവശ്യമായി വരുന്നത് കൊണ്ടാണ്. അതെ. അപ്പോ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ കിടന്ന് ഇപ്പോഴും അച്ഛന്മാരും റാഫേൽ തട്ടിലും എല്ലാം പല വെളുപ്പിക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യം കൂടി നമുക്ക് അവർക്ക് കാണാൻ വേറെ കഴിയുന്നുണ്ട്. വഴിയില്ല ബ്രദറെ. അവരല്ലാതെ എന്താ ചെയ്യ? ഇത്രയും കാലം പ്രസംഗിച്ചത് ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് മാറ്റി പറയാൻ പറ്റുമോ? ഇത്രയും കാലം ആളുകളെ അതെ. കബളിപ്പിച്ച് പറ്റിച്ച് ഇപ്പം നമ്മുടെ ജോസഫ് അച്ഛനാണെന്നുണ്ടെങ്കിൽ അവിടെ കൃപാസനം എന്ന് പറഞ്ഞ് ഇത്രയും വലിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഒറ്റ ദിവസം കൊണ്ട് കൃപ മാതാവിൽ നിന്നല്ല അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അവരുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കണ്ടേ? എത്ര വിളിപ്പിച്ചാലും അതിന്റെ ഉള്ളിൽ ഒരു സത്യം മുളച്ചു പൊങ്ങിയിട്ടുണ്ട്. അത് എല്ലാ മനുഷ്യരും അത് തിരിച്ചറിയാൻ തുടങ്ങുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അല്ല, അതാ കർത്താവ് പറഞ്ഞ, എനിക്കുള്ളവർ നഷ്ടപ്പെടത്തില്ല, അവിടെ നിന്ന് എനിക്ക് നൽകിയവരെ എനിക്ക് നഷ്ടപ്പെടത്തില്ല. പക്ഷെ നാശത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ഉണ്ട്. അതായത് എന്ത് പറഞ്ഞാലും കേൾക്കാൻ താല്പര്യമില്ലാത്ത കുറെ എണ്ണം ഉണ്ട്. സഭ പറഞ്ഞാലും മാർപ്പാപ്പ പറഞ്ഞാലും. ഞാനിത് എഴുതിയപ്പോ എന്റെ സഹോദരൻ കൂടി എന്നെ ഇനി വീട്ടിൽ കയറ്റില്ല എന്നുള്ള രീതിയായി ഇപ്പൊ ഈ കാര്യം നമ്മൾ പറഞ്ഞപ്പോ. അല്ല, ഇതാ പറഞ്ഞു, ഇത് പല വീടുകളിലും ഇതൊരു ഭയങ്കര വിഷയമായി. അതായത് ഇപ്പോ ഈ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞപ്പോ, സഭ കൃത്യമായ ഒരു നിലപാട് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പം ഇത് ഭയങ്കര ന്യൂസും ആയല്ലോ. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും നോക്കിക്കോ, പല കുടുംബങ്ങളിലും ഇത് വലിയ പ്രശ്നമായിട്ട് നിൽക്കുമ്പോഴും അവര് പറയുന്നത് അങ്ങനെയൊന്നും അല്ല. അതേ അച്ഛന്മാര് കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഡൊമിനിക് അച്ഛൻ പറഞ്ഞു, ഡാനിയൽ അച്ഛൻ പറഞ്ഞു, റാഫേൽ തട്ടിൽ അച്ഛൻ പറഞ്ഞു, പിതാക്കന്മാര് പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല, അത് സഭ ജസ്റ്റ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അതൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇവര് നടക്കുന്നത്. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞ ബ്രദറെ, കൃപകളുടെ മധ്യസ്ഥ അല്ല എന്ന് പറയുമ്പോ പിന്നെ എന്തിന്റെ മധ്യസ്ഥയാണ് മാതാവ്? മധ്യസ്ഥം ആണോ, മധ്യസ്ഥയാണോ? കാരണം മധ്യസ്ഥ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മധ്യസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ, അതിന്റെ അപ്പുറത്തോട്ട് വേറൊരു മധ്യസ്ഥനില്ല. അപ്പൊ നമുക്കൊരു കാര്യത്തിന് എങ്ങനെയാണ് മധ്യസ്ഥം വഹിക്കാൻ പറ്റുക? അല്ല, അതിനെ അവര് ക്ലിയർ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ദൈവവും എന്താ പറയാ മനുഷ്യരും തമ്മിലുള്ള മധ്യസ്ഥൻ, ഏക മധ്യസ്ഥൻ യേശുവും, മനുഷ്യരും ക്രിസ്തുവും തമ്മിലുള്ള മധ്യസ്ഥ മാതാവും എന്നാണല്ലോ പറയപ്പെടുന്നത്. ഇപ്പൊ നമുക്കിപ്പോ സ്വാഭാവികമായിട്ടും മധ്യസ്ഥൻ എന്നൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ ബ്രദറെ. മധ്യസ്ഥം എന്താണ്? മധ്യസ്ഥൻ ഇപ്പോ ഞാനത് പലപ്പോഴും യേശുവിന്റെ മധ്യസ്ഥതയ്ക്ക് ഉദാഹരണമായിട്ട് എടുത്തു വെക്കാറുള്ള ഒരു സംഭവമുണ്ട്. ഇപ്പൊ പലസ്തീൻ യുദ്ധം നടക്കുന്നു, പലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നു. പലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോ ആ കേസ് ഒന്ന് ഒത്തുതീർപ്പാക്കാനായിട്ട് പാകിസ്ഥാൻ ചെന്നിട്ട് ഞങ്ങൾ മധ്യസ്ഥം വഹിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇസ്രായേൽ സമ്മതിക്കില്ല. കാരണം ഇസ്രായേൽ പാകിസ്ഥാനെ അംഗീകരിക്കുന്നില്ല ഒരു മധ്യസ്ഥനായിട്ട്. അതുപോലെയുള്ള രാജ്യങ്ങളൊന്നും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇസ്രായേൽ അംഗീകരിക്കണം, അതുപോലെ തന്നെ പലസ്തീൻ അംഗീകരിക്കുന്ന രാജ്യങ്ങൾ. അമേരിക്ക വന്ന് മധ്യസ്ഥം വഹിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത്? ഖത്തർ വന്ന് മധ്യസ്ഥം വഹിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത്? രണ്ട് രാജ്യങ്ങൾ ഒരുപോലെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ രണ്ട് കക്ഷികൾക്കും സമ്മതനാണ് ഈ വ്യക്തി. ഇതുപോലെ മനുഷ്യനും ദൈവത്തിനും സമ്മതനായിരിക്കണം. അവിടെയാണ് മധ്യസ്ഥം എന്ന് പറയുന്ന ഒരു കാര്യം നടക്കത്തുള്ളൂ. അല്ലാതെ യാതൊരു വിധത്തിലും. അപ്പോ മനുഷ്യന് മനുഷ്യന്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ദൈവത്തിൻ്റെതായിട്ടുള്ള സകല കാര്യങ്ങളിലും മധ്യസ്ഥം വഹിക്കാനും പറ്റണം. എന്ന് വെച്ചാൽ ആ മധ്യസ്ഥൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരിക്കണം. ഇതല്ലാതെ ഒരുവനും മധ്യസ്ഥം വഹിക്കാൻ പറ്റത്തില്ല. മാതാവ് ഒരിക്കലും ദൈവമല്ല, ഒരു പൂർണ്ണ മനുഷ്യ സ്ത്രീ മാത്രമാണെന്ന് സഭ പഠിപ്പിക്കുന്നു. അതിൽ തന്നെ ഇനി ഒരിക്കലും മാതാവിന് മധ്യസ്ഥം വഹിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് സഭ അത് പ്രഖ്യാപിച്ചത്, മാതാവിനെ മധ്യസ്ഥ എന്ന് വിളിക്കരുത്, കാരണം ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ. പിന്നെയുള്ളത് മധ്യസ്ഥമല്ല, മാധ്യസ്ഥം എന്ന് നമുക്ക് പറയാം. ഒരു അതായത് ഇപ്പൊ നമ്മളൊരു മീഡിയേഷനും ഇന്റർസെസറിയും വ്യത്യാസം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതെ, അല്ല, ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു അല്ലെ, ഇതൊരു മാധ്യമം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിനു വേണ്ടി. ഫോൺ എന്നൊരു കാര്യം, ഇതിന് ഇന്റർനെറ്റ് അല്ല നെറ്റ്വർക്ക്, അതുപോലെ സാറ്റലൈറ്റ് സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, വിദേശത്തിരിക്കുന്ന ബ്രദറും ഞാനും തമ്മിൽ. ഇത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഇനി ഇത് നടക്കണമെങ്കിൽ വലിയൊരു കാര്യമുണ്ട്. സഭ എന്ന് പറയുന്നത്, ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത്, ആസ് എ ക്രിസ്ത്യൻ ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്.
അതെ. ക്രിസ്തുവിന്റെ മണവാട്ടി ക്രിസ്തുവിനോടാണ് സംസാരിക്കേണ്ടത്. അത് നേരിട്ടാണ് സംസാരിക്കുന്നത്. അതിന് യാതൊരുവിധ മീഡിയേഷനും വേണ്ടെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ യോഹന്നാൻ 14:13 വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിച്ചാൽ അത് പിതാവ് തന്നിൽ മഹത്വപ്പെടാൻ വേണ്ടി പുത്രൻ അത് ചെയ്തു തരും എന്നതാണ് പുത്രന്റെ മുകളിലുള്ള ഉറപ്പ് തന്നെ. ഞാൻ ഇന്ന് എനിക്കൊരു നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ലേഖനം അയച്ചു തന്നു. അപ്പൊ എനിക്ക് അതിനകത്ത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ഭയങ്കര ഒരു രസകരമായ ഒരു ലേഖനം. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയം ഇന്ന് നമ്മുടെ അമ്മായിയമ്മയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അമ്മായിയമ്മ. അപ്പൊ ആള് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: ഒരു വ്യക്തി ക്രിസ്ത്യാനിയാകുമ്പോ കേൾക്കുന്നുണ്ട്. ഞാൻ അമ്മായിമ്മ ചിന്തിക്കായിരുന്നു, ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് നാം, അപ്പോ നമ്മളുടെ മണവാളിന്റെ അമ്മ. മണവാളിന്റെ അമ്മ. അതെ. അപ്പൊ ഈ വ്യക്തി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവുമായിട്ടാണ് നമ്മൾ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ആ വ്യക്തി ക്രിസ്തുവുമായിട്ട് വിവാഹം ചെയ്തിരിക്കെ ക്രിസ്തുവുമായിട്ട് ഒരുമിച്ചാണ് ജീവിക്കേണ്ടതും ഒരുമിച്ച് സംസാരിക്കേണ്ടതും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതും. അതെ. അമ്മായിമ്മയുടെ കൂടെ അല്ലല്ലോ വസിക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് അമ്മായിമ്മ പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യുവിൻ. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യണം. അതന്നെ. അപ്പോ ക്രിസ്തു പറഞ്ഞിരുന്നു, സ്ത്രീ എന്റെ സമയം ഇനി ആയിട്ടില്ല എന്ന് എന്റെ ഇംഗ്ലീഷ് വേർഡിൽ പറഞ്ഞ യു നോട്ട് ഇൻവോൾവ് വിത്ത് മൈ മാറ്റേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. അതിനകത്ത് അതല്ലേ എല്ലാ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഗ്രീക്ക് ട്രാൻസ്ലേഷനും എല്ലാം കിടക്കുന്നത്. ഇത് തന്നെയാണ് പിശാജ് നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ചോദിച്ചേ. സെയിം കാര്യം പിശാജ് ചോദിച്ചത്, യേശുവിനോട് ചോദിച്ചത്. സമയമാകുന്നതിന് മുമ്പ് എന്തിനാ നീ എന്റെ കാര്യത്തിൽ ഇടപെടുന്നു? അപ്പൊ അത് വളരെ, ഞാനതൊരു ക്ലാസ് ഇട്ടിട്ടുണ്ടോ, ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഇത് ഇവിടത്തെ ആളുകൾക്ക് ഇത് പറഞ്ഞ ദഹിക്കുവോ? നമ്മളെ തല്ലാനല്ലേ വരത്തുള്ളൂ. അല്ല, ഇവിടെ ഈ പ്രൊട്ടസ്റ്റന്റ് ആളുകള് ഈ മാതാവിന്റെ കൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചതിന് ബദലായിട്ട് പറയുന്ന ഒരു വാചകമാണ് നമ്മുടെ സ്റ്റെഫാനോസിനെ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ കൃപ നിറഞ്ഞ് ശക്തിയുള്ളവനായി അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവനും പറയുന്നുണ്ട്, അവനെയും കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്, അവൻ കൃപ നിറഞ്ഞ് ശക്തിയുള്ളവനായി അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോ കൃപ ഒരാള് നിറയുക എന്നത് ഒരാൾക്ക് ആവശ്യമായി വരുന്ന കാര്യമാണ്. ജനിക്കുമ്പോഴേ കൃപ നിറഞ്ഞവളായിട്ടല്ല ജനിക്കുന്നത്, അതുകൊണ്ടാണ് കൃപ നിറയുന്നത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് പലരും വിചാരിക്കുന്നത് മാതാവ് ജനിച്ചപ്പോഴേ വിശുദ്ധിയാണ്, ഉത്ഭവഭാവം ഇല്ല എന്നാണ്. അങ്ങനെയല്ല. അമലോത്ഭവം എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം നമ്മൾ പാസ്സാക്കിയിട്ടുണ്ടല്ലോ. അത് ഞാൻ പണ്ടേ എതിർത്തിരിക്കുന്ന ഒരു കാര്യമാണ് അമലോത്ഭവം. ഈ എഴുതിയിരിക്കുന്ന സംഭവം ഞാൻ ജസ്റ്റ് അത് വായിക്കാം, രസമാണ് അതിന്റെ ഒരു. വിവാഹം കഴിഞ്ഞ ഒരു മണവാട്ടി ഭർത്താവിനൊപ്പം ജീവിക്കേണ്ടവളാണ്. അതിലൂടെയാണ് പുതിയ ജീവിതവും പുതിയ ജന്മവും സംഭവിക്കുന്നത്. യേശുവിനോട് ഒന്നായി ജീവിക്കുന്നവർക്ക് സാക്ഷികളാകാനും സുവിശേഷം മറ്റുള്ളവർക്ക് അറിയിക്കാനും പുതിയ അംഗങ്ങളെ ആ ആത്മീയ കുടുംബത്തിലേക്ക് ഉൾപ്പെടുത്താനും കഴിയും. എന്നാൽ വിവാഹം കഴിഞ്ഞിട്ടും അമ്മായിയമ്മയോടൊപ്പം കഴിയുന്ന മണവാട്ടി നല്ല ഭക്ഷണവും ആശ്വാസവും അനുഭവിച്ചാലും ജന്മം കൊടുക്കാനാവാത്ത മച്ചിയായി തീരും. അതുപോലെ യേശുവിനോട് നേരിട്ട് ബന്ധം സ്ഥാപിക്കാതെ മരിയ ഭക്തിയിലേക്ക് മാത്രം ആകർഷിക്കുന്നവരാകുന്നവർക്ക് ആത്മീയ ഫലഹീനതയിലേക്കാണ് നീങ്ങുന്നത്. അതായത് ഇവര് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഒന്നുകിൽ മച്ചിയാവും. അപ്പൊ മച്ചിയാവുകയാണെങ്കിൽ നിങ്ങൾ മരിയ ഭക്തിയിൽ മാത്രം പിന്നാലെ നടക്കുക. യേശുവിനെ നിങ്ങൾക്ക് അറിയണ്ട, മണവാളനുമായിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ബന്ധമില്ല. മണവാളന്റെ അമ്മയുമായിട്ടുള്ള ബന്ധം വളരെ ഇതിന് വളരെ ലളിതമായിട്ട് നമ്മൾ ഉൽപ്പത്തിയിൽ പറയുന്നത്, സ്ത്രീ നിങ്ങളെ കല്യാണം കഴിച്ചാൽ പിന്നെ നിങ്ങൾ മാതാപിതാക്കന്മാരുടെ ഒപ്പം കഴിയരുത്, നിങ്ങൾ ആരുടെ കൂടെ കഴിയണം? വിവാഹം ചെയ്തവന്റെ കൂടെ കഴിയണം എന്ന ഉൽപ്പത്തിയിലെ കൽപ്പനയുള്ളതാണ്. അതെ അതെ, അത് കൽപ്പനയാണ്. ശരിക്കും ആ കൽപ്പന പറയുമ്പോ ഒരു വലിയൊരു കാര്യമുണ്ട്. അവിടെ ആദോ ഹവ്വയും മാത്രമേ ഉള്ളൂ. ആദത്തിന് അമ്മയില്ല, അപ്പനും ഇല്ല. ഹവ്വയ്ക്ക് അപ്പനും അമ്മയില്ല. അപ്പൊ നമ്മള് കല്യാണം കഴിയുമ്പോ പുത്രനായാലും ഭാര്യയായാലും അവര് മാതാപിതാക്കളെ വിട്ടു പിരിഞ്ഞിട്ടാണ് ജീവിക്കേണ്ടത്. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മയല്ല. അമ്മേനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഭർത്താവായിരിക്കും മണവാട്ടിക്ക് പ്രധാനപ്പെട്ടത്. അമ്മേനെ നമ്മൾ ക്രിസ്തുവിൽ അനുസരിക്കുന്നു, ക്രിസ്തുവിൽ ബഹുമാനിക്കുന്നു. അതും വാഗ്ദത്തോടുകൂടി കൽപ്പനയല്ലേ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നു, നിങ്ങൾ ദീർഘകാലം ജീവിക്കേണ്ടതിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മാതാവിനെ അനുസരിക്കും, മാതാവിനെ ബഹുമാനിക്കും. മറിയത്തെ അനുസരിക്കുന്നു, മറിയത്തെ ബഹുമാനിക്കുന്നു. പക്ഷേ മണവാളൻ എപ്പോഴും ക്രിസ്തുവാണ് മണവാട്ടി സഭയ്ക്ക്. അപ്പൊ മണവാട്ടി സഭ എപ്പോഴും ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം, മണവാളിനോട് കൂടെ ആയിരിക്കണം. എന്നാൽ മാത്രമേ
അതായത് ഈ ആത്മാക്കൾ നേടാൻ പറ്റത്തുള്ളൂ, അവൾക്ക് പ്രസവിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മച്ചിയാണ്. ഇപ്പൊ നമ്മള് സംസാരിക്കുമ്പോ നമ്മളൊരു കട്ടിയുള്ള വചനങ്ങള് നമ്മള് ഭക്ഷിക്കാൻ പാകമായതിന്റെ ലക്ഷണമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു പാല് കുടിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി എപ്പോഴും പാല് കുടിച്ചു കൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് അമ്മയുടെ പാലാണ് എപ്പോഴും ആവശ്യം. അവര് വളർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഇതേ കാര്യം തന്നെ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പോസ്തലൻ പറയുന്നത് വളരെ ക്ലിയർ ആണ്. നിങ്ങളോട് എനിക്ക് ജഡികരോട് സംസാരിക്കുന്ന പോലെ പറ്റത്തുള്ളൂ, ആത്മീയരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ വെറും ജഡികരാണ്. നിങ്ങളോട് ഞാൻ എങ്ങനെയാ ആത്മീയ കാര്യങ്ങൾ പറയുന്നത്? അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വചനം അതിനകത്ത് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തില് നിങ്ങളോട് ഞാൻ ജഡികരെ പോലെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ 3-ാമത്തെ വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തെന്നാൽ ഇപ്പോഴും നിങ്ങൾ ജഡികരാണ്, നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിനെ കുറിച്ച്, അതായത് 1-ാം വാക്യം, ജഡികരോടൊന്നു പോലെ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ, അതായത് യേശുവിനെ കുറിച്ച് ഇവർക്ക് അറിയില്ല ഒരിക്കലും. കാരണം ഇവര് ജഡികരാണ്, ഇവര് പൈതങ്ങളാണ്, ഇവര് പാലാ കുടിക്കുന്നത്. പാല് കുടിക്കുന്നവൻ അറിയുന്ന കാര്യം, യേശുവിനെ കുറിച്ച് അറിയുന്ന കാര്യം ഇവൻ ആകെ അറിയാവുന്നത് താടിയും മുടിയുള്ളൊരു യേശുവിനെ അറിയാം, ഡാവിഞ്ചി വരച്ചൊരു യേശുവിനെ അറിയാം. ആ യേശു നമുക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിതനായി, ക്രിസ്തു, ഇത്രേ അറിയത്തുള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് ഇവർക്ക് ഒരിക്കലും ക്രിസ്തുവിനെ കുറിച്ച് ഇവർ ഒരു കാലത്ത് അറിയാൻ പോകുന്നില്ല. ആരാണ് യേശു? അവൻ എന്തിനാണ് എനിക്ക് വേണ്ടി വന്നത്? മരിച്ചത് എന്തിനാണ്? അവൻ എങ്ങനെയാണ് മധ്യസ്ഥമാകുന്നത്? അവന്റെ സ്നേഹം ഏത് തരത്തിലാണ്? ക്രിസ്തു എന്താണ് സഭയ്ക്ക് വേണ്ടി ചെയ്തത്? ക്രിസ്തു എങ്ങനെയാണ് നമുക്ക് മണവാളനാകുന്നത്? ഞാൻ എങ്ങനെയാണ് മണവാട്ടിയാവുന്നത്? ഇതൊന്നും ഇവർക്ക് അറിയേയില്ല, ഇവർക്ക് അറിയേണ്ട കാര്യമില്ല. പൗലോസ് അപ്പോസ്തലൻ പറയാ, നിങ്ങൾ ഇങ്ങനത്തെ ജഡികന്മാരായതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ജഡികമായ കാര്യങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ. ആത്മീയമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇവർക്കൊരിക്കലും ആത്മീയമായിട്ടുള്ള മുത്തുകൾ ഇവർ ഒരു കാലത്ത് ഇവർ വാങ്ങാനും പോകുന്നില്ല, ഏറ്റെടുക്കാനും പോകുന്നില്ല. ഇവരിങ്ങനെ ക്രിസ്ത്യാനികൾ എന്നൊരു പേരും നാമധേയം മാത്രമായിട്ട് ജീവിക്കും. ഈ ലാറ്റിനിൽ നിന്ന് വിവർത്തനം ചെയ്തപ്പോ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. അതായത് അതില് സ്ത്രീയാണ് പാമ്പിന്റെ തല തകർക്കുന്നത്. സെയിന്റ് ജെറോമിന്റെ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്. സെയിന്റ് ജെറോമിന്റെ ട്രാൻസ്ലേഷനിൽ വന്നിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ മിസ്സിംഗ് ആണ്. ശരിക്കും സ്ത്രീ പിശാചിന്റെ തലയെ തകർക്കുന്ന നടക്കുന്നത്. അതാണ് ശരിക്കും പറഞ്ഞ ഒരു പരിധി വരെ മരിയോളജിയിൽ ഇത്രയും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. സെയിന്റ് ജെറോം സഭയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, ദൈവികമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, പ്രത്യേകിച്ച് ട്രാൻസ്ലേഷനിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തതാണ്. പക്ഷെ അവിടെ വന്നൊരു മിസ്സിംഗ് ആണ് ഈ സംഭവത്തിന് ഒത്തിരി വഴി തെളിയിച്ചത് എന്നുള്ളത് കൂടെ നമുക്ക്, അതല്ല നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യാമറിയമേ എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥനയുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അത്? അത് തന്നെയല്ല, നമ്മുടെ ത്രിസന്ധ്യ ജപം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കത്തോലിക്ക പ്രയറിൽ ഒരു ത്രിസന്ധ്യ ജപം ഉണ്ട്, അറിയില്ലേ? അപ്പൊ അതിന്റെ അകത്ത് അമ്മയുടെ വയറ്റിൽ അവതരിച്ച ആ ഹല്ലേലൂയ, യേശുവിന് ഹല്ലേലൂയ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതില് അതിന്റെ അവസാനം പറയുന്നത് മാതാവിനാണ് നമ്മൾ ഹല്ലേലൂയ ചെല്ലുന്നത്. അല്ല, ഒരു പരിധി വരെ മരിയോളജിയിൽ എല്ലാത്തിലും നമ്മളെ വഴി നടത്തുന്നത് ഇത് തന്നെയാണ്. ഇപ്പം ഈ കൃപാസനത്തിന്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു. വേറൊരു പാട്ടുണ്ട്, സകലത്തിന്റെ മീതെ വസിക്കുന്നവൾ മാതാവ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഞാൻ ആ പാട്ട് മറന്നുപോയി, പാട്ടിന്റെ ലിറിക്സ് മറന്നുപോയി. ഒത്തിരി ഗാനങ്ങള്. അപ്പൊ ഞങ്ങളുടെ അവിടെ ഒരു ചർച്ചിന്റെ പേര് അവർ ലേഡി ഓഫ് എയർവേസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചർച്ചുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടൈറ്റിൽ മാതാവിനുണ്ട്. ഈ എല്ലാ വഴികളും, പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോഴും കപ്പലിൽ യാത്ര ചെയ്യുമ്പോഴും അമ്മയാണ് നമ്മൾ സംരക്ഷിക്കുന്നത് പറഞ്ഞിട്ട് പേരുണ്ട്. അങ്ങനെ ഒത്തിരി ടൈറ്റിലുകൾ ഉണ്ട് മാതാവിന്. ആ ടൈറ്റിലുകള് ഇപ്പൊ പറയാലോ, ഇപ്പൊ നമ്മള് അവർ ലേഡി ഓഫ് ഗുഡാലൂപ്പ മെക്സിക്കോ എന്ന് പറഞ്ഞ മാതാവിന് ടൈറ്റിലുണ്ട്. വല്ലാർപ്പാടത്ത് അമ്മ എന്ന് പറഞ്ഞ ടൈറ്റിലുണ്ട്. കൊരട്ടിമുത്തി എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ യേശുവിനും ദൈവത്തിനൊക്കെ ഒറ്റ ടൈറ്റിലുള്ളൂ, അവൻ യാഹ്വേ, അവൻ ഇസ്രായേലിന്റെ ദൈവം, അത്രേ ഉള്ളൂ. അത് നമ്മൾ പറയുമ്പോ അവര് പറയുന്നൊരു സാധനമുണ്ട്, ഓരോ ജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ളിടത്ത് അവർക്ക് ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോ ആ മാതാവിനോടുള്ള സ്നേഹം കൊണ്ട് അവർ ആ സ്ഥലത്തിന്റെ പേരിട്ട് വിളിച്ചു. ഇത് മുഴുവൻ ഒരു ഇമോഷനാ ബ്രദറെ. സത്യത്തില് ഇതൊരു ഇമോഷണൽ, എന്താ പറയാ, നമ്മള് ഇമോഷനെ കച്ചവടമാക്കുന്ന ഒരു വലിയൊരു ചൂഷണമാണ് ഇവിടെ നടക്കുന്നത്. ആ ചൂഷണത്തിന്റെ ഇരകളാണ് ഇവിടെയുള്ള സകല ക്രിസ്ത്യാനികളും സകല അമ്മച്ചിമാരും. ഇവരോടൊന്നും പറഞ്ഞാലൊട്ട് കേൾക്കുകയില്ല. പറഞ്ഞിട്ടുണ്ടല്ലോ,
എന്നേക്കാൾ അധികമായി നിങ്ങൾ മാതാവിനെ സ്നേഹിച്ചാൽ നിങ്ങൾ എനിക്ക് യോഗ്യരല്ല എന്ന് യേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതെ, കൃത്യമായിട്ട് ഇവരോട് ആര് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു ഇത്രയധികം ഇവരോട് ഇമോഷണമായി മാതാവിനെ സ്നേഹിക്കാൻ ആര് പഠിപ്പിച്ചു? അച്ഛന്മാര് പഠിപ്പിച്ചു, വെള്ളക്കുപ്പായക്കാർ പഠിപ്പിച്ചു. അവരല്ലേ നമ്മുടെ ദൈവം. അത് തെറ്റല്ലേ? നമ്മളിപ്പുറത്ത് പറയാണ് കൺകണ്ട ദൈവം, ക്രിസ്തുവിന്റെ കൺകണ്ട ദൈവമാണ് പുരോഹിതരെ. പുരോഹിതരെ ഒരുവൻ സ്നേഹിക്കുമ്പോൾ യേശുവിനെ തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം യേശുവിന്റെ പ്രതിപുരുഷനാണ് പറഞ്ഞിരിക്കുമ്പോൾ ഇവരെന്ത് വൃത്തിയോട് പറഞ്ഞാലും അത് സഹിക്കണ്ടേ, സ്നേഹിക്കണ്ടേ, അത് അങ്ങനെ തന്നെ അനുസരിക്കണ്ടേ? അത് നമ്മുടെ ബാധ്യതയായിട്ട് മാറി. എന്റെ ജീവിതത്തില് ഉണ്ടായ ഒരു അനുഭവമാണ് പറഞ്ഞത്. എനിക്കൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എല്ലാവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ എന്റെ ചുറ്റുപാടുമുള്ള കത്തോലിക്കര് പറഞ്ഞു, നീ മാതാവിനോട് പ്രാർത്ഥിച്ചോ. അവര് അത് മാത്രമേ പറഞ്ഞുള്ളൂ. അവർക്ക് അതല്ലേ അറിയുള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരതേ പഠിപ്പിച്ചിട്ടുള്ളത്, അവർക്ക് അതേ അറിയുള്ളൂ. ഞാൻ പറയുന്നത് കത്തോലിക്ക സഭയിലെ എത്രയോ ശതമാനം വിശ്വാസികൾ, നമുക്കൊരു ശതമാനം നമുക്ക് പറയണ്ട, എത്രയോ ശതമാനം വിശ്വാസികള് അമ്മായിമ്മയുടെ കൂടെ ജീവിക്കുന്നേ, മണവാളുടെ കൂടെ ജീവിക്കുന്നില്ല. അവരൊരിക്കലും ക്രിസ്ത്യാനികളെന്ന് വിളിക്കാൻ പറ്റില്ല. അവരെ ഇപ്പം ഞാൻ ഒരു നമ്മളിപ്പോ ഒരു കുടുംബം എന്ന് പറയുന്നത് എങ്ങനെയാ? ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നതിനാണ് കുടുംബം എന്ന് പറയുന്നത്. ഡിവോഴ്സ് ആയിട്ട് ജീവിക്കുന്നതിന് നമുക്ക് കുടുംബം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ഭർത്താവിന്റെ കൂടെ ഭാര്യ ജീവിക്കുന്നില്ല, അമ്മായിമ്മയുടെ കൂടെ ജീവിക്കുന്നവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? എന്ത് പേരിട്ട് വിളിക്കണമെന്ന് നമ്മളാണ് തീരുമാനം. അതന്നെ. ഇനി അമ്മ പറയുന്നത് കേൾക്കുന്ന ഭർത്താവിനെ മണവാട്ടിമാര് സ്വീകരിക്കൂ? അത് അവരോട് എന്ത് ചോദിക്കണം? ഈ അമ്മച്ചിമാരോട് തന്നെ നമ്മൾ ചോദിച്ചാൽ മതി. അതായത് ഈ മരിയോളജിക്കൽ സംഭവങ്ങള് ഇങ്ങനെ ഇത് ചെയ്ത് തള്ളിമറച്ച് ഇവര് പറയുന്നവരോട് ചോദിക്കുക, നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഒരിക്കലും നിങ്ങൾ പറയുന്നത് യാതൊന്നും സ്വീകരിക്കുന്നില്ല, അമ്മ പറയുന്നത് മാത്രമേ സ്വീകരിക്കത്തുള്ളൂ എങ്കിൽ നിങ്ങൾ എത്രത്തോളം കേൾക്കും? നിങ്ങൾ അത് കേൾക്കുകയാണെങ്കിൽ ഓക്കെ. അമ്മായിയമ്മ പറയുന്നതാണ് സ്വീകരിക്കുന്നെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ക്രിസ്ത്യാനി എന്ന് മാറ്റിയിട്ട് മറിയാനി എന്നുള്ളൊരു പേരിട്ടിട്ട് പുതിയൊരു സഭ തുടങ്ങും. അപ്പൊ അതായിരിക്കും കുറച്ച് ബെറ്റർ. ഇപ്പൊ ഈ യഹൂദ സമ്പ്രദായത്തിൽ മറിയ പുത്രൻ എന്ന ഒരു പരിഹസിച്ച് വിളിച്ചിരുന്നതാണ് യേശുവിനെ. കാരണം അവിടെ ഒരിക്കലും പുരുഷന്റെ പേരിലാണ് പുത്രൻ അറിയപ്പെടുള്ളൂ, അമ്മയുടെ പേരിൽ അറിയപ്പെടില്ല. ഇപ്പൊ നമ്മളുടെ ബൈബിള് നോക്കിയാൽ കാണാം, യെഫുന്നയുടെ പുത്രനായ കാലബ്. മൊത്തം അങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെയാണ്. എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും പറയുന്നത് മുഴുവൻ അത് തന്നെയുള്ള പ്രവാചക ഗ്രന്ഥങ്ങൾ എല്ലായിടത്തും അതിന്റെ ആദ്യത്തെ വാക്യം അങ്ങനെയാണ്, അപ്പന്റെ പേരാണ് പറയാ. അപ്പൊ ഇവിടെ മറിയ പുത്രൻ എന്ന് പരിഹരിച്ച് വിളിച്ചിരുന്നതാണ്. ഇവൻ മറിയത്തിന്റെ യഹൂദ പശ്ചാത്തലം നമ്മൾ എടുത്തു നോക്കുക. ഇപ്പം ഒരു ഭർത്താവ് മക്കളില്ലാതെ തലമുറ ഇല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ അനിയനോ ജ്യേഷ്ഠനോ അവളെ സ്വീകരിച്ച ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ പോലും ആദ്യ ഭർത്താവിന്റെ പേരിൽ അറിയപ്പെടുന്നത്, അല്ലാതെ രണ്ടാമത് സ്വന്തം പിതാവിന്റെ, അതായത് രക്തപിതാവിനെ അല്ല അവിടെ എടുത്തു വെക്കുന്നത്. പകരം അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിലാണ് ആ യഹൂദ ട്രഡീഷൻ പോലും പോകുന്നത്. പക്ഷെ നമുക്കിവിടെ ഇതൊക്കെ മനസ്സിലായാലും നമ്മളെ സംബന്ധിച്ച് നമ്മളിത് പറയുമ്പോ അവര് പറയുന്നത് ഇതാണ്, നിങ്ങള് അമ്മേനെ പരിഹസിക്കുന്നു എന്നാ. യഥാർത്ഥത്തിൽ പരിഹസിക്കല്ല, അവരാണ് പരിഹസിക്കുന്നത്. അവര് യേശുവിനെ പരിഹസിക്കുന്നു, യേശുവിന്റെ അമ്മയെ പരിഹസിക്കുന്നു. നമ്മളെ യഥാർത്ഥത്തിൽ യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിന്റെ അമ്മയെ സ്നേഹിക്കുന്നു. പറഞ്ഞോട്ടെ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ നമ്മുടെ പന്തുകളി മെസ്സിനെ നമുക്ക് ഇഷ്ടമാണ്, നന്നായി പന്ത് കളിക്കുന്നുണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ മെസ്സിയോടുള്ള ഇഷ്ടം കൊണ്ട് മെസ്സിന്റെ അമ്മേനെ നമ്മൾ ബഹുമാനിക്കും, അല്ലെ? വേറൊരു കൂട്ടർ പറയാണ് മെസ്സി അല്ല പന്ത് കളിക്കാരൻ അമ്മയാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വകവെച്ച് കൊടുക്കൂല, അത് ആ അമ്മേനെ പരിഹസിക്കുകയും ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. മറിയത്തിനെ പരിഹസിക്കാൻ ഇവരെ ഇടയാക്കാണ്, ഓവർ ഹൈപ്പർ ധൂളിയ കൊടുത്തുകൊണ്ട്. പരിഹസിക്കുകയല്ല, ബിസിനസ് ആക്കുക, കച്ചവടം ചെയ്യുക. സത്യത്തിൽ അവരുടെ ഉദ്ദേശം അതാണ്. അത് പരിഹാസമായിട്ട് മാറുന്നു, അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. എന്തായാലും സഭയ്ക്ക് വലിയൊരു മാറ്റം വരാനായിട്ട് സാധ്യതയുണ്ട്. സഭ അത് തുടങ്ങി കഴിഞ്ഞു. അത് മാർപ്പാപ്പയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായ രീതിയിൽ ഇടപെട്ട് അത് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ജനങ്ങൾക്ക് മാറാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നമുക്കതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതൊക്കെ പറയുമ്പോ എന്നോട് പറയുന്നത് എന്റെ വീട്ടുകാരി നീ സഭയിൽ നിന്ന് പുറത്തു പോകുന്നതാണ് എന്നോട് പറഞ്ഞത്. എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മളോടും ഇനിയിപ്പോ ഒരു സംശയം ഇതാണ്, ഈ ഭക്തി കൂടിയവര് പുറത്ത് പോകേണ്ടി വരുമോ സഭയിൽ നിന്ന്? ഇത് സോഷ്യൽ മീഡിയ മുഴുവൻ എടുത്ത് അലക്കുമ്പോ എനിക്കതിനകത്തൊരു ഭയമുണ്ട് സത്യത്തില്. കാരണം ഇതുവരെ ഉണ്ടാവാത്തൊരു ഹൈപ്പാണ് ഈ ഒരു കാര്യത്തിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വിഭജനത്തിന് വഴിതെളിക്കുമോ? പ്രത്യേകിച്ച് കേരളത്തിൽ
കുർബാന തർക്കം നമ്മൾ ഒരു കണക്കിനൊന്ന് രക്ഷപ്പെട്ട് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. പുതിയൊരു പ്രശ്നം വരുന്നത് അതിലും വലിയൊരു പ്രശ്നമാകുമോ ആകാതിരിക്കുമോ എന്നുള്ളൊരു ഭയം എന്റെ ഉള്ളിലുണ്ട്. എന്തായാലും നമുക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കാരണം വിശ്വാസികൾക്ക് വേണ്ടി പറയുന്നുണ്ട് ഒരു ഇടയനും ഒരു ആട്ടിൻപറ്റ ആകും, അവസാനം ഒരു ഇടയന് ആട്ടിൻപറ്റമാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ വഴി തെളിക്കുന്നത്. കാരണം പെന്തക്കോസ്തുകാര് പോലും ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം ബ്രദറെ. ചെറിയൊരു തിരക്കിലേക്ക് പോവാം. ഓക്കെ, തീർച്ചയായും. ശരി, ഓക്കെ ബ്രദറെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ.